Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Prayer ആരാണ്? Ma'am, ഞാൻ പാടാം. Angel of God, my guardian dear, to whom God loves and commits me dear, ever this day be at my side, to light and guard and rule the guide. Good afternoon, ma'am. Good afternoon, friends. Good afternoon. Thought of the day. Thought of the day. Ma'am, ആരും ഇല്ലെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മിസ്സേ, ഞാൻ പറയാം. Okay. Courage starts with showing up. ബ്രേവ്ലി നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാലേ ബാക്കിയുള്ള നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് കറേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, എന്ത് കാര്യത്തിലായിരുന്നാലും. താങ്ക് യു മാം. Sign in. Sign in. കുട്ടികളുടെ ഒരു സോങ് പാടട്ടെ മാം, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസിനുള്ള. Twinkle, twinkle, little star, how I wonder what you are. Up above the verse of sky, like a diamond in the sky. Twinkle, twinkle, little star, how I wonder what you are. Up above the verse of sky, like a diamond in the sky. Thank you, ma'am. Okay, thank you. Good afternoon to all. Good afternoon, Miss. Okay. അശ്വതി. അശ്വതി മിസ് ഇന്നില്ല അല്ലേ? മിസ്സിന്റെ ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ട്, ചൈൽഡ് വെൽഫെയർ. അതിന്റെ ലാസ്റ്റ് ഒരു ചെറിയൊരു പോർഷൻ എടുക്കാനുണ്ടായിരുന്നേ, അതുകൊണ്ട് ടെസ്റ്റ് ഇട്ടിട്ടില്ല. ചൈൽഡ് വെൽഫെയർ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഒരു കുറച്ച് ഭാഗം എടുക്കാനുണ്ട്, ഒരു പാരഗ്രാഫ് മാത്രം. അപ്പൊ അത് മോക്ക് ടെസ്റ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ട് എടുക്കാത്ത. അപ്പൊ മിസ് ഇന്നുണ്ടെങ്കിൽ എടുക്കുന്നതാണ് ഇരുന്നത്.
നെക്സ്റ്റ് വീക്ക് ഉണ്ടാവും തുടങ്ങി. നെക്സ്റ്റ് ഫ്രൈഡേ എക്സാം ആണ്. അതിന് മുമ്പ് ചിലപ്പോൾ വരുമായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം. ശരി. ഇല്ല, കുറച്ചുള്ളൂ, ഒരു ചെറിയൊരു പാരഗ്രാഫ്, 4 ലൈൻസ് ഉള്ളൂ. വെൽഫെയർ സർവീസസ് ഫോർ നോർമൽ പീപ്പിൾ. ഓക്കെ. ഓക്കെ. ഡെവലപ്മെന്റ് പ്രൊഫൈലിൽ അവരെ പറഞ്ഞു മാസ്റ്റർ ടൈം ടേബിൾ എടുത്തില്ലേ? മാസ്റ്റർ ടൈം ടേബിൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തെടുത്തല്ലോ. എടുത്തെടുത്തു. നെക്സ്റ്റ് വരുന്നത് ഒരു റൈറ്റിംഗ് ആൻഡ് ആപ്ലിക്കേഷൻ ഫോർ എ ജോബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫോം ആണ് കേട്ടോ. നമ്മൾ സ്കൂളിൽ ജോയിൻ ചെയ്തതിന് മുൻപായിട്ട് അല്ലെങ്കിൽ അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. ഫ്രം നെയിം ആൻഡ് അഡ്രസ് ടു ദ കറസ്പോണ്ടിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം എഴുതണം, സ്കൂളിന്റെ പേര് കേട്ടോ, പിന്നെ അഡ്രസ് എഴുതണം. സബ്ജക്ട് എന്താണ്? ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് എ ടീച്ചർ, ഇതാണ് നമ്മുടെ സബ്ജക്ട് അല്ലേ? ഓക്കെ. എങ്ങനെ എഴുതേണ്ടത്? റെസ്പെക്ട് സാർ ഓർ മാഡം, I came to that there is a vacancy for the teacher post. I apply myself for the same. My biodata is the oral leaf. Being considered for the post, I will send this post. I will send sincere and result-oriented hard work for the development of your school. Thank you. Your faithfully, signature, date and place. ഇതാണ് എന്തിനുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോർ എ ജോബിനുള്ള ഒരു ഫോർമാറ്റ് ആണ് കേട്ടോ. പറയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പഠിച്ചു വെക്കാം. ഇങ്ങനെയാണ് നമ്മളത് കൊടുക്കുന്നത്. ഓക്കെ. നിങ്ങൾ എവിടെയാണോ പോകുന്നത് അതിനനുസരിച്ചിട്ടുള്ള അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ മാത്രം എക്സ്ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയെല്ലാം അതേ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. ഓക്കെ. ക്ലിയർ അല്ലേ അത്? Yes, ma'am. Then next, teachers in the leave applications. Teachers leave applications. നോക്കാം അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്. ടീച്ചേഴ്സ് ലീവ് ആപ്ലിക്കേഷൻസ് നെയിം, പോസ്റ്റ് ആൻഡ് കോഡ്, ഹെഡ് ഓഫ് ദ ലീവ്. ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെഡ് ഓഫ് ദ ലീവ് റീസൺ ആണോ മാം? റീസൺ അല്ല, റീസൺ വേറെ പോകണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഹെഡ്. ഹെഡ് ഓഫ് ദ ലീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ലീവ്, ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവല്ലോ, ലീവിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ. അതാണോ ഹെഡ് ഓഫ് ദ ലീവ് എന്ന് പറയുന്നത്? ആർക്കാണ് കൊടുക്കുന്നത്? ആർക്ക് നമ്മൾ ആർക്ക് വേണ്ടിയാണ് സബ്മിറ്റ് ചെയ്യുന്നത്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണോ? ഹെഡ് ഓഫ് ദ ആരാണ്? പ്രിൻസിപ്പളിനാണെങ്കിൽ അങ്ങനെ. ശരിക്കും പറഞ്ഞ ഇവിടെ ഒരു തലവനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അതൊക്കെ ഇപ്പൊ സുൽമ പറഞ്ഞ പോലെ ഒന്നില്ലെങ്കിൽ ലീവ് ആപ്ലിക്കേഷൻസ് കൈകാര്യം ചെയ്യുന്ന ഹെഡാവാം, അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആവാം, മറ്റു ആരോ ആവാം കേട്ടോ. അത് കൈകാര്യം ചെയ്യുന്ന ആരാണോ അതിനെയാണ് നമ്മൾ ലീവ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതിൽ അയാളെ പേരായിരിക്കും അവിടെ എഴുതേണ്ടത് കേട്ടോ. അവധി ആവശ്യമുള്ള തീയതി എപ്പോഴാണ് അതാണ് രേഖപ്പെടുത്തേണ്ടത്. അതിന്റെ റീസൺ എഴുതാം കേട്ടോ. റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതാം. Permitted number of days for leave under this head. Permitted number of days for leave under this head. എന്താണ്? എത്ര ഡേയ്സ് ആണ് ലീവ് എടുക്കാൻ പോകുന്നതാണോ മാം? പെർമിറ്റഡ് നമ്പർ ഓഫ് ഡേയ്സ് ഫോർ ലീവ് അണ്ടർ ദിസ്. നമ്പർ ഓഫ് ഡേയ്സ് ആണ് അല്ലേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കുക ആരെങ്കിലും. 176. 176. നമ്പർ ഓഫ് ഡേയ്സ്, പെർമിറ്റഡ് നമ്പേഴ്സ് എത്രയാണെന്നുള്ളത് എഴുതാം. പിന്നെ ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്. ലീവ് ഓൾറെഡി ടേക്കൺ ബിഫോർ ദിസ്. ഇത് നമ്മൾ മുൻപെടുത്ത അവധി ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്താം അല്ലേ? ഓക്കെ. മുൻപെടുത്ത അവധികൾ ഏതൊക്കെയാണെന്ന് രേഖപ്പെടുത്താം. ബാലൻസ് ലീവ് അവൈലബിൾ. ബാലൻസ് ലീവ് അവൈലബിൾ ബിഫോർ ദിസ്. എന്താണ് ഇത് ലഭ്യമായിട്ടുള്ള അവധി? ബാക്കിയുള്ള അവധികൾ ഏതൊക്കെയാണ്, ഇതിന് മുന്നെടുത്തത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നമ്മൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കണം. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ് ഇവിടെ സൈൻ ചെയ്യാം. ഇത് ആർക്കുള്ളതാണ്? ടീച്ചേഴ്സിനാണ് അല്ലെ? ഇത് ടീച്ചേഴ്സ് ആണ് ഇത് ഫിൽ ചെയ്തത്. ലീവ് എടുക്കുന്ന ആരാണോ ആ വ്യക്തിയാണ് ഇത് ഫിൽ ചെയ്യുന്നത്. ഇനി ഇതെന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഓഫീസ് യൂസ് അല്ലെ? ഓഫീസ് പർപ്പസിന് വേണ്ടി. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട്? ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ്. ലീവ് പെർമിറ്റഡ് ഓർ നോട്ട് പെർമിറ്റഡ്. അതായത് നമ്മൾ ഇത് കൊടുത്തതിന് ശേഷം
അവര് അനലൈസ് ചെയ്തതിന് ശേഷമാണ് എന്ത് കൊടുക്കുന്നത്? പെർമിഷൻ കൊടുക്കുന്നത്. പെർമിഷൻ കൊടുക്കുന്നത് അല്ലെ. ഡേറ്റ് ഓഫ് പെർമിഷൻ, അനുമതിയുടെ തീയതി എത്രയാണെന്നുള്ളത് പെർമിഷൻ ഇല്ലെന്നുള്ളത് കൊടുക്കുന്നത്. ചിലപ്പോൾ പെർമിറ്റ് ചെയ്യാം, ചിലപ്പോൾ പെർമിറ്റ് ചെയ്യാതിരിക്കും. അതായത് എന്ന് നോക്കിയിട്ടാണ് പെർമിറ്റ് ചെയ്യാതിരിക്കുന്നത്. ചിലപ്പോ വേണമെങ്കിൽ ആള് ഓൾറെഡി ലീവ് എടുത്തിട്ടുണ്ടാവും അല്ലെ, ബാലൻസ് ഒന്നും ഇല്ലാതെ ചിലപ്പോൾ പ്രത്യേക കാരണങ്ങൾ എടുത്തവരായിരിക്കും. അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ അനുവദീയമല്ല കേട്ടോ. പിന്നെന്താണ്? അല്ലെങ്കിൽ ചിലപ്പോൾ വർക്ക് വല്ലതും പെൻഡിങ് ആയിരിക്കാം. വർക്ക് ചിലപ്പോൾ പെൻഡിങ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ക്ലോസിംഗ് ഡേറ്റ് വന്നാൽ. ലീവ് വിത്ത് പേ ഓർ ലോസ് ഓഫ് പേ, എങ്ങനെയുള്ള അവധികൾ ഉണ്ടോന്ന്? ചെയ്യുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ശമ്പളത്തോട് കൂടിയുള്ള അവധിയുണ്ട്, അല്ലാതെ ലീവ് പേ കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ശമ്പള നഷ്ടം സംഭവിക്കുന്ന രീതിയിലുള്ള അവധിയുണ്ട്. ഏതാണെന്ന് നോക്കിയിട്ടാണ് അവർ എടുക്കുന്നത് കേട്ടോ. The name of the school, whether the separate acceptance letter for loss of pay is attached. Whether the separate acceptance letter, or separate acceptance letters നമ്മൾ ആഡ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? For loss of pay is attached. എന്താണ് വേണ്ടത് അവിടെ? ലോസ് ഓഫ് പേ ആണെന്നുള്ളത് ഓരോരുത്തരുടെ സർവീസസ് അനുസരിച്ചിട്ടൊക്കെ ആയിരിക്കും. മിക്കവാറും നമ്മളെ പെർമനന്റ് സ്കൂളുകളിലുള്ള ടീച്ചേഴ്സിന് വേണ്ടിയുള്ളതാണ്, അല്ലാതെ ഡെയിലീസ് അങ്ങനെയുള്ള ടീച്ചേഴ്സിനുള്ള ഒരു ആപ്ലിക്കേഷൻസ് അല്ല. പെർമനന്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിന് മാത്രമുള്ളതാണ് കേട്ടോ. അപ്പോൾ ശമ്പള നഷ്ടത്തിനുള്ള പ്രത്യേകമായിട്ട് ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ആക്സെപ്റ്റൻസ്. അല്ലെങ്കിൽ ചിലപ്പോൾ ലോസ് ഓഫ് പേയുടെ കാരണങ്ങൾ ചിലപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ടാവാം. പിന്നെ ചാനൽ ഓഫ് അപ്ലൈ. ചാനൽ ഓഫ് അപ്ലൈ എന്ന് പറയുമ്പോൾ എന്താണ്? അപേക്ഷിക്കുന്ന ചാനൽ എങ്ങനെയാണ്? നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്? ലെറ്റർ ആയിട്ടാണോ അതോ നമ്മൾ അതല്ലാണ്ട് അയച്ചു കൊടുക്കുകയാണോ? അങ്ങനെ കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ലെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നേരെ പോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് മെയിലായിട്ട് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ ഓഫീസ് യൂസസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അവിടെ എന്ത് ചെയ്യുന്നതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം ഐ വെരിഫൈഡ് ദ ബാലൻസ് ഓഫ് ലിമിറ്റീസ്, എത്ര ലീവ് ബാലൻസ് എന്നുള്ളത് അവിടെ കട്ട് ചെയ്ത് ആ ഡേയ്സ് എത്ര ഉണ്ടെന്നുള്ളത് അവിടെ എഴുതും. സിഗ്നേച്ചർ ഓഫ് ദ ഫോർവേഡിംഗ് അതോറിറ്റി വിത്ത് നെയിം ആൻഡ് പോസ്റ്റ് സിക്. ഓഫീസ് യൂസേഴ്സിന്റെ അതോറിറ്റിയുടെ പേരും മുദ്രയൊക്കെ അല്ലെങ്കിൽ ആ സീലൊക്കെ പതിച്ചതിന് ശേഷം ലീവ് സാങ്ഷൻ ഓഫ് റെഫ്യൂസ്ഡ്. സാങ്ഷൻ ആണെങ്കിൽ എന്താണ്? ലീവ് സാങ്ഷന്റെ അവിടെ ടിക്ക് ചെയ്യും. റെഫ്യൂസ്ഡ് ആണെങ്കിലോ, ലീവ് ഇല്ലെന്നാണെങ്കിലോ, നിരസിക്കുകയാണെങ്കിലോ ഇവിടെ ടിക്ക് ചെയ്യും. നോക്കിയിട്ടായിരിക്കും അത് ടിക്ക് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അതൊക്കെ എഴുതും, ചിലവരെന്താണ് ടിക്ക് ചെയ്യുള്ളൂ ചിലപ്പോ. ഓക്കെ, സാങ്ഷൻ ആയാൽ ലീവ് സാങ്ഷൻ അവിടെ ടിക്ക് ചെയ്യും. റെഫ്യൂസ്ഡ് ആണെങ്കിൽ, ലീവ് നിരസിക്കുകയാണെങ്കിൽ അവിടെ ടിക്ക് ചെയ്യും. Then signature of the decoding authority with the name and post seal. എന്താണ്? ആ ഒരു അതോറിറ്റിയുടെ പോസ്റ്റ് സീൽസും സിഗ്നേച്ചേഴ്സ് ഒക്കെ രേഖപ്പെടുത്തുന്നതോടുകൂടി ഓഫീസ് യൂസിന്റെ ഒരു ഫോർമാറ്റ്സ് ആണ് അവസാനിക്കുകയാണ് കേട്ടോ. ഇതൊന്ന് പേരുകളൊന്ന് നോക്കി വെച്ചാൽ മതി. ഇതിന് തന്നെ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് സ്കൂളില് പോകുന്നതിന് മുമ്പ് തൊട്ടൊന്ന് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഈ ജോബ് ആപ്ലിക്കേഷന്റെ ലെറ്റർ ആണ് കേട്ടോ. ഓക്കെ, ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈല് 5th ചാപ്റ്റർ കംപ്ലീറ്റഡ് ആണ്. നമ്മുടെ ടീച്ചർ ഏതൊക്കെ ചാപ്റ്റർ എടുത്താന്ന് ഓർമ്മയുണ്ടോ? 5th ഞാൻ പറയാട്ടോ. ഡെവലപ്മെന്റ് പ്രൊഫൈല്, സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം, then programs for developing values of various kinds. Programs, good manners. Then next നമ്മള് സൂപ്പർവിഷൻ ഉണ്ട്, മാൻ ആൻഡ് എൻവയോൺമെന്റ് ഉണ്ട്. സൂപ്പർവിഷൻ നിങ്ങൾക്ക് സെമിനാർ ആണ് അല്ലെ? ഓക്കെ, റെഡി ആണോ ആരെങ്കിലും ഒക്കെ? റെഡി ആണോ? സൂപ്പർവിഷൻ റിപ്പോർട്ടിംഗ് റെഡിയാണെന്ന് ഒന്ന് എടുത്തു വെച്ചിരിക്കുന്ന പേപ്പേഴ്സ് ഒന്ന് നോക്കിക്കോണം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഭാഗം ആർക്ക് തന്നിട്ടില്ലല്ലോ.
എനിക്ക് തന്നിട്ടുള്ളത്, എനിക്കാണ് സ്റ്റാർട്ടിങ് പറഞ്ഞത്, ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ആണ് എനിക്ക് വരുന്നത് സെമിനാറിൽ. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. നോക്കാം, ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ. സൂപ്പർവിഷൻ ആൻഡ് റിപ്പോർട്ടിംഗ്. എന്താണ് സൂപ്പർവൈസിങ്? നമ്മൾ എന്താണ് സൂപ്പർവൈസ് ചെയ്യാന്ന് പറയുന്നത്? സൂപ്പർവിഷൻ കിട്ടാന്ന് പറയുന്നത് എന്തിനാണ് അത് കൊടുക്കുന്നതും വാക്കുന്നതും ഒക്കെ? നിരീക്ഷിക്കലും ഒരു അതായത് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആയി, നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ആയിട്ടുണ്ടോ എന്നുള്ളതിന്റെ ഒരു സൂപ്പർവൈസിങ്. Okay, supervision is a planned program for the improvement of instruction. Effective supervision has a constitutional base. Effective guidance is creative. Okay. സൂപ്പർവൈസ് ചെയ്യാന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണ് അല്ലെ? ശരിക്കും പറഞ്ഞാൽ അവിടെ നിർദ്ദേശങ്ങളാണ് അവിടെ വരുന്നത്. നിർദ്ദേശങ്ങളില് നമ്മള് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമുക്ക് സൂപ്പർവൈസ് ചെയ്യുന്നത്? ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ അതിനെ ഏറ്റവും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ അതിന് എന്ത് ചെയ്യുന്നത്? സൂപ്പർവിഷൻ കൊടുക്കുന്നത്, അതായത് മേൽനോട്ടം വഹിക്കുന്നത് അല്ലെ? സ്കൂൾ ഒരു ഇവന്റ് നടക്കുകയാണെങ്കിൽ ഹെഡ് മാസ്റ്റർ പല രീതിയിൽ നമ്മൾ സൂപ്പർവൈസ് ചെയ്യും. ഏതൊക്കെ ടീച്ചേഴ്സ് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം, ഏതൊക്കെ റിസോഴ്സ് നമുക്ക് ആവശ്യമായിട്ടാണെന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ, അതായത് ആ പ്രോഗ്രാം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം എന്താ പറയും, ഒരുപാട് ഇംപ്രൂവ്മെന്റ് ചെയ്യാനുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് സൂപ്പർവിഷൻ അല്ലെ? ആ പ്രോഗ്രാം വിജയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് തീരുന്നത് വരെ എന്താണ് അദ്ദേഹത്തിന്റെ ഡയറക്ഷൻസ് അനുസരിച്ച് തന്നെയായിരിക്കും നമ്മൾ ആ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് അല്ലെ? ഇൻ കേസ് എന്തെങ്കിലും പോരായ്മ അതിനിടയിൽ വരികയാണെങ്കിലോ അദ്ദേഹം വന്ന് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നെങ്കിൽ അവിടെയും അദ്ദേഹം എന്ത് ചെയ്യും? ഒന്നുകൂടി ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യും അല്ലെ? ഇതിന് വേണ്ടിയിട്ടാണ് ഒന്നും കൂടി അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നിങ്ങൾ ടീച്ചേഴ്സ് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ കുട്ടികളെ ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും പറഞ്ഞു കൊടുക്കും അല്ലെ? അവിടെയും എന്താണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആ പ്രോഗ്രാമിന്റെ ഇംപ്രൂവ്മെന്റ്സ് ആണ്, ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ അതൊരു ഗൈഡൻസ് കൂടിയാണ് അല്ലെ? അവർ മാസ്റ്റർ നിർദ്ദേശിച്ച പ്രവർത്തനം ടീച്ചേഴ്സ് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് കൂടി ആളവിടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പ്ലാൻഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിന്റെ ഇംപ്രൂവ്മെന്റിന് കൊടുക്കുന്ന കുറെ ഇൻസ്ട്രക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഇനി ആരാണ് ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത്? ആരാണ് സൂപ്പർവൈസർ? എനി പേഴ്സൺ, ആര് വേണമെങ്കിലും അല്ലെ? ഒരു ഹെഡ്. സ്കൂളാണെങ്കിൽ നമ്മൾ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാക്കി ടീച്ചേഴ്സ് ഒക്കെ നമുക്ക് അതിൽ പറയാം അല്ലെ? സൂപ്പർവൈസർ ഈസ് എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ വർക്കിംഗ് വിത്ത് അതേഴ്സ് ടു ഇൻക്രീസ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻ. സൂപ്പർവൈസർ എന്ന് പറയുന്ന ആൾ ആരാണ്? എന്തിന് റെസ്പോൺസിബിൾ ആണ് അദ്ദേഹം? സ്കൂൾ സെറ്റിംഗ്സ് എടുക്കുകയാണെങ്കിൽ ടീച്ചിങ് ലേണിംഗ് സിറ്റുവേഷൻസിന്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരാ? സൂപ്പർവൈസർ എന്ന് പറയുന്നത് അല്ലെ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് അധ്യാപകൻ അല്ലെങ്കിൽ പ്രധാന ഹെഡ് മാസ്റ്റേഴ്സ് നമ്മുടെ ക്ലാസ് വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെ? ജസ്റ്റ് ക്ലാസ് വാച്ച് ചെയ്തതിനു ശേഷം ചിലപ്പോൾ ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷം സാർ എന്ത് പറയാൻ നമ്മളോട് ടീച്ചർ ആ പറഞ്ഞ പോയിന്റ് കുറച്ചുകൂടി എല്ലാവരും ചെയ്ത് പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ കണ്ടന്റ് പറഞ്ഞിട്ട് കുറഞ്ഞു പോയിരുന്നു, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ടീച്ചർക്ക് ഡെവലപ്പ് ചെയ്ത് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറയും അല്ലെ? അപ്പൊ ഹെഡ് മാസ്റ്റർ അവിടെ ആ ടീച്ചറിന് എന്താ ചെയ്തത്? ഗൈഡൻസ് കൊടുക്കുക അല്ലെ? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. ടീച്ചറിന് എന്താണ് അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ടീച്ചർ പോലെ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ആ പോയിന്റ്സ് അല്ലെ? ഓക്കെ, അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ടീച്ചറിന് കുറച്ചും കൂടി എന്താണ് ഹെൽപ്ഫുൾ ആവാൻ. ശരിക്കും പറഞ്ഞാൽ സൂപ്പർവൈസ് ചെയ്യുന്നത് നമുക്ക് ഹെൽപ്ഫുൾനെസ് ആണ്. കാരണം നമുക്ക് ചിലപ്പോൾ കുറച്ച് പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനേക്ക് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ നികത്താനായിട്ട് ഇത്തരത്തിലുള്ള ഒരു മേൽനോട്ടം അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് കിട്ടുന്നത് നമുക്ക് നല്ലതായിരിക്കും അല്ലെ? ഓക്കെ, the primary aim of guidance is to help the teacher to become self-directed. ഒരു ഗൈഡൻസിന്റെ പ്രൈമറി എയിം എന്ന് പറയുന്നത് എന്താണ്? മാർഗനിർദ്ദേശത്തിന്റെ പ്രൈമറി ലക്ഷ്യം എന്ന് പറയുന്നത്, പ്രാഥമിക ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? To help the teacher to become a self-directed. പറഞ്ഞ എന്താ?
സ്വയം ഡയറക്റ്റ് ചെയ്ത് തരത്തിലുള്ള അവരിനെ ആക്കിയെടുക്കാൻ തരത്തിൽ ബിക്കം എ സെൽഫ് ഡയറക്റ്റീവ്. ആക്റ്റീവ് ആവെന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫായിട്ട് ചെയ്യാൻ കഴിവ്. സ്വയം പര്യാപ്തത അല്ലെങ്കിൽ സ്വയം എന്താ കറക്റ്റ് ഡയറക്ഷൻസിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റും അല്ലെ? അതായത് നമ്മളിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ഗൈഡൻസ് കിട്ടുന്ന സമയത്ത് നമുക്ക് പോരായ്മയെ മാറ്റിയിട്ട് എന്താണ് നമ്മളിലാണ് പോരായ്മ മാറ്റാൻ പറഞ്ഞാൽ നമ്മുടെ പേഴ്സണാലിറ്റി. നമ്മൾ ആസ് എ ടീച്ചർ എന്ന നിലയിൽ നമുക്ക് എന്താണ് നമ്മുടെ ആ ടീച്ചിങ് പേഴ്സണാലിറ്റിയിൽ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊണ്ട് എന്താണ് കുറച്ചും കൂടി നല്ല പാതയിൽ നമുക്ക് സഞ്ചരിക്കാനായിട്ട് നമ്മളെ എന്ത് സഹായിക്കുന്നു? മറ്റുള്ളവരുടെ ഗൈഡൻസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പം ടീച്ചേഴ്സിന് ഗൈഡൻസ് ആവശ്യമാണ് അല്ലെ? അതിനു വേണ്ടിയാണ് നിങ്ങൾ കേട്ടിട്ടില്ലേ ക്ലസ്റ്റർ മീറ്റിംഗ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? ക്ലസ്റ്റർ മീറ്റിംഗ് കോഴ്സുകൾ ടീച്ചേഴ്സിന്റെ നമ്മളെ വെക്കേഷൻ ടൈമിൽ ടീച്ചേഴ്സിന് ഒരു മാസമൊക്കെ കോഴ്സുകളായിരിക്കും. ഇതിനു വേണ്ടിയിട്ടാണ് കോഴ്സ് കൊടുക്കുന്നത്. ആ ഒരു നെക്സ്റ്റ് അക്കാദമിക് ഇയർ അവർക്ക് ആ കോഴ്സിൽ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ആ ഇൻസ്ട്രക്ഷൻസും ആ ഗൈഡൻസ് കൊടുത്തിട്ടാണ് അവർ ആ 1 ഇയർ നെക്സ്റ്റ് അക്കാദമിക് ഇയറിൽ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും അവിടെ സൂപ്പർവൈസ് ചെയ്യില്ല. അവർക്ക് ഒരു 1 ഇയറിലെ അക്കാദമിക് ഇയർ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കാനും അവരെ കൂടുതൽ പ്രാപ്തനാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഴ്സുകളെ ക്ലസ്റ്റേഴ്സ് ഒക്കെ വെക്കുന്നത്. ഓക്കെ, യെസ്, അങ്ങനെ നമുക്ക് എന്താണ് ആ ഒരു സെൽഫ് ഡയറക്റ്റീവ് ആവാനായിട്ട് ഇത്തരം ഗൈഡൻസ് കിട്ടുന്നതിലൂടെ സഹായിക്കും. ഇനി നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കണം. നമ്മളിൽ പല മാറ്റങ്ങൾ വരും അല്ലെ? അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന സമയത്ത് നമ്മള് ടീച്ചർ എന്ന നിലയിൽ നമ്മൾ പറയുന്ന സമയത്ത് നമ്മളിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ, നമ്മൾ ചിലപ്പോൾ ആ സമയത്ത് കുട്ടികളോട് പറയുമ്പോഴായിരിക്കും ആ കാര്യങ്ങൾ നമ്മൾ പോലും ചിലപ്പോൾ തിരിച്ചറിയുന്നത് അല്ലെ? കുട്ടികൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഇതിങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോഴാണ്. അപ്പൊ അവിടെ ആർക്കാണ് മാറ്റം സംഭവിച്ചത്? അധ്യാപകയ്ക്ക് പല രീതിയിലുള്ള ഇംപ്രൂവ്മെന്റ് അവിടെ സംഭവിക്കുകയാണ്. ഓക്കെ, supervision provides education leadership. Supervision functions as an overseer, an inspector, and more as a group leader. Supervision provides education leadership. Supervisors work through the work with others to develop the quality of activities they perform. Good supervision is based upon teacher participation. Okay, അപ്പോൾ നല്ല രീതിയിൽ മേൽനോട്ടം വഹിക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ ലീഡർഷിപ്സ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. ഇനി നമ്മളവിടെ ഒരു ഇൻസ്പെക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതായത് എന്താ പറയുന്നത്, ഒരു ടീച്ചറിന്റെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ നല്ലൊരു സൂപ്പർവിഷൻ അവിടെ ഉണ്ടായിരിക്കില്ല. അതായത് നമ്മളുടെ ആക്ടിവിറ്റീസിന്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സൂപ്പർവിഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു സൂപ്പർവിഷൻ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചർ പാർട്ടിസിപ്പേഷൻ അല്ലെ? ടീച്ചറുടെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്ത് ഒരു നല്ല സൂപ്പർവിഷൻ നല്ല മേൽനോട്ടം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്സുകളാണ് കേട്ടോ. സൂപ്പർവിഷന്റെ ടെക്നിക്സും പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻസും ആണ് പഠിക്കുന്നത്. അതാരാണ് എടുക്കുന്നത്? ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ ഞാനാണ് എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്യാം മാം, ഒരു മിനിറ്റ്, 2 സെക്കൻഡ്. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ എടുക്കാത്ത എല്ലാവരും പ്രിൻസിപ്പിൾസ് വേറെ ആരെങ്കിലും ആണോ നോക്കുന്നത്? പ്രിൻസിപ്പിൾസ് ആർക്കായിരുന്നു? പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ആർക്കായിരുന്നു? ആര്യ, ജോഫി, വനജ അവരൊക്കെ ഫങ്ഷൻസ് ആണ്. സൂപ്പർവൈസറി ഫങ്ഷൻസ് എനിക്ക് ജോഫി. ഓക്കെ ഓക്കെ, രവി സ്റ്റാർട്ട് ചെയ്യൂ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ ഹെഡിങ് ആണ് ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ. ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷനിൽ വരികയാണെങ്കിൽ ഫസ്റ്റ്, ഗുഡ് സൂപ്പർവിഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ടീച്ചർ പാർട്ടിസിപ്പേഷൻ. ഒരു നല്ലൊരു സൂപ്പർവിഷൻ എന്ന് പറഞ്ഞാൽ ടീച്ചറിന്റെ പാർട്ടിസിപ്പേഷൻ മസ്റ്റ് ആണ്. അതുപോലെ തന്നെ സൂപ്പർവിഷൻ ടെക്നിക്സ് ഇൻവോൾവ്സ്
മിക്സ് ഓഫ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് മെത്തേഡ്. ഈ സൂപ്പർവിഷനിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മെത്തേഡ്. ഒന്ന് ഗുഡ്, അതായത് ഡയറക്റ്റ് സൂപ്പർവിഷൻ മെത്തേഡും ഇൻഡയറക്റ്റ് സൂപ്പർവിഷൻ മെത്തേഡും. ഫോക്കസിങ് ഓൺ കമ്മ്യൂണിക്കേഷൻ. ഡയറക്റ്റ് ആയിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം, എങ്കിലേ നമുക്ക് ഈ സൂപ്പർവിഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഫോക്കസിങ് ഓൺ കമ്മ്യൂണിക്കേഷൻ, ഫീഡ്ബാക്ക്, ഗോൾ സെറ്റിംഗ്, കോച്ചിങ്. ചിലപ്പം കോച്ചിങ് കൊടുക്കേണ്ടതായിട്ട് വരും ഒരു ടീച്ചറിന്. ചില സമയത്തിന് ഒരു എന്താ പറയണ്ട, ഒരു ഫീഡ്ബാക്ക് കൊടുത്താൽ മതിയായിരിക്കും. നിങ്ങൾ എടുത്ത ഇതിങ്ങനെ ആയിരുന്നു, അപ്പൊ അതിന് കുറച്ചും കൂടെ ഒരു ബെറ്റർമെന്റ് ആക്കാം എന്നുള്ളത് ഫീഡ്ബാക്ക് കൊടുക്കാം. പിന്നെ ഒരു ഗോൾ സെറ്റിംഗ് ഉണ്ടാവണം. അതുപോലെ തന്നെ ഗൈഡ് എംപ്ലോയീസ്, ഇംപ്രൂവ് പെർഫോമൻസ്. ഈ ഗൈഡ് ചെയ്യുമ്പോൾ തന്നെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി സഹായിക്കും പെർഫോമൻസിന്. ദെൻ യൂസിങ് ടൂൾസ് ലൈക്ക് പെർഫോമൻസ് റിവ്യൂസ്, ട്രെയിനിങ്, ഡെലിഗേഷൻ ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. കോൺഫ്ലിക്റ്റ് ഉണ്ടാവാതെ തന്നെ ഒരു ട്രെയിനിങ്, ഡെലിഗേഷനും എല്ലാം തന്നെ കൊടുത്ത് എൻഷുർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ദെൻ ദിസ് ഇസ് ഡൺ, എന്താ പറയണ്ടേ, റെസൊല്യൂഷൻ, കോൺഫ്ലിക്റ്റ് വരാതെ തന്നെ ഷുവർ ടാസ്ക് ആർ ഡൺ എഫക്റ്റീവ്ലി ആൻഡ് സ്റ്റാൻഡേർഡൈസ് ആർ മെറ്റ്. തരുന്ന സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ടീച്ചേഴ്സിനെന്ന്, ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഈ സൂപ്പർവിഷൻ മെത്തേഡ് വഴി നമുക്ക് പറ്റും. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഡയറക്റ്റ് സൂപ്പർവിഷൻ മെത്തേഡിന്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ്, ക്ലാസ് റൂം വിസിറ്റ് ആൻഡ് ഒബ്സർവേഷൻ. ഹെഡ് മാസ്റ്ററോ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആരാണെങ്കിലും ജസ്റ്റ് വന്ന് ഡയറക്റ്റ് മെത്തേഡിൽ നമ്മുടെ ക്ലാസ് റൂം വിസിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ ചെയ്യാം. അത് ക്ലാസിന്റെ വെളിയിലൂടെ നിന്നിട്ടായിരുന്നാലും ക്ലാസിന്റെ അകത്ത് വന്നിട്ടായിരുന്നാലും എംപ്ലോയീസ് എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, ടീച്ചേഴ്സ് എങ്ങനെ എടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് അത് റീച്ച് ആവുന്നുണ്ടോ, ഇതാണ് ഡയറക്റ്റ് മെത്തേഡിലെ ഫസ്റ്റ് പോയിന്റ്. ഇനി അടുത്ത് കോച്ചിങ് ആൻഡ് മോണിറ്ററിങ്. അവരെ ഒന്നും കൂടെ കോച്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അവരെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുക്കുക. ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നിട്ട് ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യാം, എങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആവും, സ്റ്റുഡൻസിന് കുറച്ചും കൂടെ ക്യാച്ച് ചെയ്യാം, അങ്ങനെ പറയുന്നതാണ് കോച്ചിങ് ആൻഡ് മെന്ററിങ്. നെക്സ്റ്റ് വന്ന് വർക്ക്ഷോപ്സ് ആൻഡ് മീറ്റിംഗ്. ടീച്ചേഴ്സിന് മാം നേരത്തെ നമ്മളടുത്ത് പറഞ്ഞ പോലെ കുറച്ച് വർക്ക്ഷോപ്സ് കൊടുക്കും ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്. അതായത് അവർക്ക് വിചാരിച്ച ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വർക്ക്ഷോപ്സ് ചെയ്യാൻ കൊടുക്കും, കുറച്ച് ഗ്രൂപ്പ് ട്രെയിനിങ് ഒക്കെ നടത്തും, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് സെക്ഷൻസ് ഒക്കെ നടത്തും ടീച്ചേഴ്സിന് വേണ്ടിയിട്ട്, അവരുടെ ഒരു ബെറ്റർമെന്റ് ബെറ്റർ ആയിട്ട് അവരുടെ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റുഡൻസിന് വേണ്ടി. ദെൻ നെക്സ്റ്റ് ആണ് ലീഡിങ് ബൈ എക്സാമ്പിൾ. ഡെമോൺസ്ട്രേറ്റീവ് ക്ലാസ്. വേറെ ടീച്ചേഴ്സിന്റെ, അതായത് കുറച്ച് സീനിയർ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ ഒക്കെ കുറച്ച് ഡെമോൺസ്ട്രേറ്റീവ് ക്ലാസ്, അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ വന്ന് ഈ ടീച്ചേഴ്സിനെ കുറച്ചും കൂടെ ട്യൂട്ട് ചെയ്ത് കൊടുക്കും. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്സ്. ഒരു 3-4 ആണ് ഡയറക്റ്റ് മെത്തേഡ്സ്. ഇനി നമുക്ക് ഇൻഡയറക്റ്റ് മെത്തേഡ് നോക്കാം. ഇൻഡയറക്റ്റ് സൂപ്പർവിഷൻ ടെക്നിക്സ്. അതെന്തൊക്കെയാണ് വരുന്നത്? പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് ചെയ്യുമ്പോൾ അതിന് അപ്രൈസൽ ചെയ്ത് കൊടുക്കുക. അതായത് അത് അവരുടെ സ്ട്രെങ്ത് കൂട്ടും, വീക്ക്നെസ് കുറയ്ക്കും, അവർക്ക് തന്നെ ഉള്ള ഇൻബോൺ അവരുടെ ഒരു സ്ട്രെങ്ത് കൂടുതൽ വരും. ദെൻ അവരുടെ ഒരു സ്ട്രെസ് ലെവലൊക്കെ ഡൗൺ ആക്കും. അതാണ് പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് വരുന്നതാണ് ഫീഡ്ബാക്ക് ആൻഡ് റെക്കഗ്നിഷൻ. offering regular constructive feedback and acknowledging achievements. അവർ ചെയ്യുന്ന എല്ലാ എന്താ പറയണ്ട അച്ചീവ്മെന്റ്സിനെയും അക്നോളജ് ചെയ്യുക. അതായത് അവരെ കണ്ടുപിടിച്ച് അവർ ആ ചെയ്യുന്നതിന് അവർക്ക് അപ്ലോസ് കൊടുക്കുക. കുറച്ച് പേരുടെ മുമ്പിൽ വിളിച്ചിട്ട് ഈ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച്, അതായത് നിങ്ങൾ ഇത് ചെയ്ത് നന്നായി, നമുക്ക് ഇഷ്ടപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് അപ്രൈസൽ കൊടുക്കുമ്പോൾ ടീച്ചേഴ്സിന് മൈൻഡ് വൈസ് ഒരു നല്ലൊരു ഫീഡ്ബാക്ക് ആണ് അത് കിട്ടുന്നത്. അതാണ് ഫീഡ്ബാക്ക് ആൻഡ് റെക്കഗ്നിഷൻ. നെക്സ്റ്റ് വരികയാണെങ്കിൽ ഗോൾ സെറ്റിംഗ്. കൊളാബറേറ്റിംഗ് ടു സെറ്റ് ക്ലിയർ, സ്മാർട്ട് ആൻഡ് മെഷറബിൾ, അച്ചീവബിൾ, റിലവന്റ്, ടൈം ബൗണ്ട് ഗോൾസ്. ഗോൾ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് അതായത് ഇപ്പം എല്ലാ ടീച്ചേഴ്സും ഒരുപോലെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സ് ആയിരിക്കില്ല. ചിലവർ കുറച്ച് ഇന്ന സമയത്തിനകത്ത് വെച്ച് ഇപ്പം സ്റ്റുഡൻസിന് ചാപ്റ്റേഴ്സ് ഒക്കെ ഫിനിഷ് ചെയ്യുമായിരിക്കും, പക്ഷെ എല്ലാ ടീച്ചേഴ്സിനും ഒരുപോലെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റണമെന്നില്ല. അപ്പൊ അതിനു വേണ്ടി അവരെ ട്രെയിൻ ചെയ്യും. അതായത് ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ അത് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് അവർക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് ഒരു സ്റ്റുഡൻസിന്റെ ഇടയിൽ തന്നെ അവർക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ ടീച്ചേഴ്സിനെ കാലിബർ ആക്കുക. അതാണ് ഗോൾ സെറ്റിംഗ്. പിന്നെ അടുത്ത് റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്. അനലൈസിങ് കംപ്ലീറ്റഡ് വർക്ക് ടു എൻഷുർ ക്വാളിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഒരു റിവ്യൂ ചെയ്ത റിപ്പോർട്ട്സ് ആയിട്ട് കീപ്പ് ചെയ്യുക. ടീച്ചേഴ്സ് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് ഇതുവരെ, ഒരു 1 ഇയറിന്റെ അല്ലെങ്കിൽ ഒരു 6 മന്തിന്റെ ഒരു എന്താ പറയണ്ട ഒരു ടൈം ബൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിനകം വെച്ച് അവർ എന്തൊക്കെയാണ് ഇതുവരെ ചെയ്തത് അതിന്റെ ഒരു റിപ്പോർട്ട്സും കീപ്പപ്പ് ചെയ്ത് അത് അനലൈസ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് അവരുടെ വർക്ക് ക്വാളിറ്റി
ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അല്ലെങ്കിൽ അല്ല അവരുടെ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്യുന്നതാണ് ലാസ്റ്റ് വരുന്ന റിവ്യൂയിങ് ആൻഡ് റെക്കോർഡ്. ഇതെല്ലാം വരുന്ന ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 4 പോയിന്റ്സും വരുന്നത് ഇൻഡയറക്ട് മെത്തേഡാണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് മെത്തേഡ്. പിന്നെ ഞാൻ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷൻ വരികയാണെങ്കിൽ സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് conferences, the headmaster can have a group of conferences. Lastly, ഇതെല്ലാം തന്നെ ഡയറക്റ്റ് മെത്തേഡ്സും ഇൻഡയറക്റ്റ് മെത്തേഡ്സും ഒക്കെ തന്നെ ഈ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുമ്പോൾ തന്നെ ലൈക്ക് ഒരു കംപ്ലീറ്റ് ഒരു കോൺഫറൻസ് ടീച്ചേഴ്സിനെ എല്ലാവരും വിളിച്ചിട്ട് ഒരു കോൺഫറൻസ് ഗ്രൂപ്പ് കോൺഫറൻസ് നടത്തി ഓർഗനൈസ് ചെയ്ത് എന്താ പറയണ്ടേ ടീച്ചേഴ്സിന്റെ പ്രോബ്ലംസിനെയും സോൾവ് ചെയ്യാൻ വേണ്ടി ഹെഡ് മാസ്റ്ററിന് പറ്റും. ഇതെല്ലാം ചെയ്യുമ്പോൾ ഈ ടെക്നിക്സ് ഓഫ് സൂപ്പർവിഷന്റെ അണ്ടറിലാണ് അതും വരുന്നത്. താങ്ക് യു മാം. താങ്ക് യു. വെരി ഗുഡ്. താങ്ക് യു. മനസ്സിലായോ നിങ്ങൾക്ക്? രേവതി പറഞ്ഞതിലെ ഇൻഡയറക്റ്റ് ഡയറക്റ്റ് എന്ന് പറഞ്ഞ ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇല്ല, മൂന്ന് പോയിന്റ്സ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. ഒന്ന് സൂപ്പർവിഷനോ ഒബ്സർവേഷണൽ വിസിറ്റ്, പിന്നെ സൂപ്പർവിഷനോ ഇൻഡിവിജ്വൽ കോൺഫറൻസ്, സൂപ്പർവിഷൻ ഓവർ ഗ്രൂപ്പ് കോൺഫറൻസ്. അത് മൂന്നുമാണ് നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. 1, 2, 3 അത് നമ്പർ ഇട്ട് വെച്ചു. ഇവിടെ നമ്പർ ഒന്നും കൊടുത്തിട്ടില്ല. ആ നമ്പർ ഇവിടെ മാറി കിടക്കുകയാണ് കേട്ടോ. പീഡിയത്തിലേക്ക് മാറി കിടക്കാൻ നിങ്ങളൊന്ന് ഓർഡർ ചെയ്ത് നമ്പർ ചെയ്യാം. മാം ഇതിൽ മാത്രം മതിയായിരുന്നു. ഞാൻ വിചാരിച്ചത് വെളിയിൽ നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യണം. സെമിനാർ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഇല്ല, കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ചേർത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. നന്നായിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർവിഷൻ ആരായിരുന്നു? ഈ എടുക്കുന്നതിനൊക്കെ മാർക്ക് ഉണ്ട് കേട്ടോ. നിങ്ങളിത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്നത് വൈവയുടെ സമയത്താണ്. ഓക്കെ, വൈവയ്ക്ക് നിങ്ങൾക്ക് വളരെ കോൺഫിഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങനെ ക്ലാസ്സിൽ അവസരം കിട്ടുമ്പോൾ എന്തെങ്കിലും ടോപ്പിക്സ് വരുമ്പോൾ അത് എടുക്കുക. അത് നിങ്ങൾക്ക് ആ വൈവയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. അപ്പോഴേ മനസ്സിലാവുള്ളൂ, ലാസ്റ്റ് ടൈമിൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, ആരില്ല? ആളില്ല സൂപ്പർവിഷൻ എടുക്കാം? ഞാൻ പറയാം, ശ്രമിക്കാം. ഇല്ല, ടോപ്പിക് കൊടുത്ത ആളാരാണ്? ആർക്കായിരുന്നു അറിയോ? പേരറിയാമോ? ഞാൻ എഴുതി വെച്ചില്ല. ഷിൽജിയാണോ? ഷിൽജിക്ക് ആള് വരട്ടെ, ആള് എടുത്തോളൂ കേട്ടോ. നെക്സ്റ്റ് സുഹൃത്തിന്റെ ടോപ്പിക് ഏതായിരുന്നു? എനിക്കുണ്ടായില്ല മിസ്. ഉണ്ടായില്ല. വനജയ്ക്ക് ഉണ്ടായിരുന്നോ? ഇല്ല, എനിക്ക് തന്നില്ലായിരുന്നു അന്ന്. ഇല്ല, അതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം തന്നിട്ടില്ല. നമ്മൾ അതിന് മുന്നേ ക്ലാസ് റൂമിന്റെ ഒക്കെ വരുമ്പോഴാണ് എനിക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതൊക്കെ ആരുടെ ആണോ? എല്ലാവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. മാം റിപ്പോർട്ടിംഗ് എന്റെ ആയിരുന്നു. റിപ്പോർട്ടിംഗ്. ഓക്കെ, പ്രിപ്പയർഡ് ആണോ? റിപ്പോർട്ടിംഗ് ആണ് എന്റെ. റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾസ് ആണോ? പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് ആണോ പറയുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് ആണ് എനിക്ക് തന്നിട്ടുള്ള ടോപ്പിക്. ഓക്കെ, അത് എടുത്തോളൂ. ഇത് നിങ്ങള് ഓൾറെഡി ഒരുമിച്ച് പോകണമെന്നില്ല കേട്ടോ. സൂപ്പർവിഷൻ കഴിഞ്ഞ് ടെക്നിക്സ് കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൾ എടുത്തില്ല എന്ന് വിചാരിച്ചാൽ ആർക്കും പ്രശ്നമൊന്നുമില്ല. പ്രശ്നം വേണ്ട. അത് എങ്ങനെ വന്നാലും ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാവുന്നൊന്നുമില്ല. ഓക്കെ, റിപ്പോർട്ടിംഗ് വേറൊരു ഭാഗമാണ്, സൂപ്പർവിഷൻ വേറെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, ആരാണ് എടുക്കുന്നത്? പ്രിൻസിപ്പിൾസ് ഞാൻ എടുക്കട്ടെ മാം? സന്ധ്യയാണോ തന്നിരുന്ന സഫീദ? ഫങ്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സൂപ്പർവൈസറി ഫങ്ഷൻസ് ആരോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുക്ക്. ജോഫിയാണോ? അതാരും വന്നിട്ടില്ല ഇപ്പൊ, ആളില്ല. ജോഫിക്ക് ഏതുണ്ടായിരുന്നു? ജോഫിക്ക് സൂപ്പർവൈസറി ഫങ്ഷൻസ് ഞാനാണേ. ഇപ്പൊ പ്രിപ്പയർഡ് ആണോ നിങ്ങള്? എനിക്ക് അറിയാവുന്ന രീതി ഞാൻ പറയാവേ. പ്രിപ്പയർഡ് ആയിട്ട് പറഞ്ഞാൽ മതി, അറിയാണ്ട് പറയട്ടോ കേട്ടോ. ഓക്കെ മാം. ഓക്കെ, അപ്പൊ ഇപ്പൊ വെരി വില്ലിങ് ആയ ഒരാള് ടോപ്പിക് എടുത്തത്. അപ്പൊ ആരാണ്?
ഞാൻ എടുക്കാം. ഞാനിവിടെ നിന്ന് എടുക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. അതായത് റിപ്പോർട്ടിംഗ് ഒരിക്കൽ ചെയ്തു തീരുന്ന ഒന്നല്ല, മറിച്ച് നിരന്തരം ചെയ്യേണ്ട കാര്യമാണ് എന്നർത്ഥം. Reporting should be objective and impartial. Emotions or sentiments should not play a role in motivational. റിപ്പോർട്ടിംഗ് വസ്തുനിഷ്ഠവും നിഷ്പക്ഷവും ആയിരിക്കണം. പ്രചോദനത്തിൽ വികാരങ്ങൾക്കും വികാരപരമായ ഘടകങ്ങൾക്കും പങ്കില്ല. ഇതിന്റെ അർത്ഥം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കാണുന്ന കാര്യങ്ങൾ മാത്രമാണ് ഉൾപ്പെടുത്തേണ്ടത്, അല്ലാതെ നമ്മുടെ സ്വന്തം തോന്നലുകളും പക്ഷപാതവും ഉൾപ്പെടുത്തരുത് എന്നാണ്. പ്രചോദനം നൽകുന്ന കാര്യങ്ങളിൽ വികാരങ്ങൾ പാടില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. അതായത് നമ്മൾ ഒരു റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരോടും ഫേവറിസം കാര്യമൊന്നും കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. റിപ്പോർട്ടിംഗ് വെറുതെ വിവരിക്കുകയോ നിർദ്ദേശം നൽകുകയോ മാത്രമല്ല, തെറ്റുകൾ തിരുത്താനും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനും ഉപയോഗിക്കണം. ഇത് മുകളിലുള്ളവർ താഴെയുള്ളവർക്കും, അതായത് മുകളിലുള്ള തസ്തികയിലുള്ളവർ താഴെയുള്ളവർക്കും, താഴെയുള്ളവർ മുകളിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാം. Reporting is not only explanatory and instructional but also correctional and motivation. റിപ്പോർട്ടിംഗ് വിശദീകരണപരവും നിർദ്ദേശപരവും മാത്രമല്ല, തിരുത്തൽ സ്വഭാവമുള്ളതും പ്രചോദനം നൽകുന്നതുമാണ്. റിപ്പോർട്ടിങ്ങിലൂടെ നമ്മൾ കാര്യങ്ങൾ വിശദീകരിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. അതോടൊപ്പം തെറ്റുകൾ തിരുത്താനും ആളുകളെ പ്രചോദിപ്പിക്കാനും സഹായിക്കുന്നു. Reporting is done by the superiors to the subordinate and vice versa. റിപ്പോർട്ടിംഗ് ഉയർന്ന തസ്തികയിലുള്ളവർ അവരുടെ കീഴിലുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ താഴെയുള്ളവർ അവരുടെ മേലുദ്യോഗസ്ഥർക്കും റിപ്പോർട്ട് ചെയ്യുന്നു. എക്സ്ട്രാ 2 പോയിന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് മാം. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗിൽ ദൃശ്യസഹായികൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. യൂസിങ് വിഷ്വലൈസ് ഇൻ റിപ്പോർട്ടിംഗ് ഇസ് വെരി ഗുഡ് ഓർ ഇറ്റ് ഈസ് ഹൈലി റെക്കമെൻഡഡ്. എക്സാമ്പിൾ ചിത്രങ്ങൾ, ഗ്രാഫുകൾ, ഫ്ലോ ചാർട്ടുകൾ, പട്ടികകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ഇവ റിപ്പോർട്ടിനെ കൂടുതൽ രസകരമാക്കാനും പ്രധാന പോയിന്റുകൾ വേഗത്തിൽ മനസ്സിലാക്കാനും സഹായിക്കുന്നു. The language used in reporting should be simple and understandable to everyone. Reporting should also be completed within a stipulated time frame. റിപ്പോർട്ടിംഗ് ചെയ്യുമ്പോൾ കൃത്യതയും വ്യക്തതയും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ റിപ്പോർട്ടിംഗിൽ ഉപയോഗിക്കുന്ന ഭാഷ ലളിതവും എല്ലാവർക്കും മനസ്സിലാകുന്നതുമായിരിക്കണം. റിപ്പോർട്ടിംഗിൽ ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇതിന്റെ കൺക്ലൂഷൻ ആണ് പറയുന്നത്. റിപ്പോർട്ടിംഗ് എന്നത് ഒരു സ്ഥാപനത്തിന്റെ വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഒരു പ്രക്രിയയാണ്. വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ റിപ്പോർട്ടിംഗ് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സ്ഥാപനത്തിന്റെ പുരോഗതിക്കും അടിസ്ഥാനമാണ്. വെരി ഗുഡ്. സഫീദ, ഇനി അടുത്ത പ്രാവശ്യം സെമിനാറിൽ വരുമ്പോ ക്യാമറ ഓൺ ചെയ്തിട്ട് പറയണം കേട്ടോ. ക്ലാസ് എടുക്കുന്നത് പോലെ ചെയ്യണം. വായിക്കുന്ന പോലെ പറയരുത്, എന്നാലേ ക്ലാസ് എടുക്കുന്ന പോലെ ആവുള്ളൂ കേട്ടോ. ഒരു ടെൻഷനാണ് മാം എടുക്കുമ്പോ. ടെൻഷൻ അടിക്കണ്ടേ? ചിലപ്പോ ടെൻഷൻ കളയാനുള്ള ഒരു ഫീൽഡാണ് നിങ്ങൾക്ക് ഈ കുറച്ച് സമയത്തേക്ക് കേട്ടോ. അപ്പൊ ഇവിടെ പ്രിപ്പയർഡ് ആയാലേ മാത്രം സ്കൂളിൽ പോയി നമുക്ക് നല്ല രീതിയിൽ എടുക്കാനൊക്കെ നന്നായിട്ട് പറയാനൊക്കെ പറ്റുന്നുണ്ട്, നല്ലോണം പറയുന്നുണ്ട്. പക്ഷെ ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നമുക്ക് മാനറിസം ഒക്കെ വരണം, ക്ലാസ് റൂം എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അടുത്ത ഇനി ഞാൻ സെമിനാർ തരും, അപ്പൊ എടുക്കണം സഫീദ കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് സഫീദ പറഞ്ഞപ്പോ കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അല്ലെ? നമുക്ക് അതിൽ പറഞ്ഞ ഏറ്റവും ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുമ്പോൾ നോക്കൂ, ഇമോഷൻസ് ആൻഡ് സെന്റിമെന്റ്സ് ഷുഡ് നോട്ട് പ്ലേ എ റോൾ ഇൻ മോട്ടിവേഷൻ. നമ്മളൊരു റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കമ്പാരിസണോ ഫേവറിറ്റിസോ ഒരു ഡിസ്ക്രിമിനേഷൻ ഒക്കെ കൊടുത്തിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ കാര്യങ്ങള്? അങ്ങനെ ചെയ്യോ ആരെങ്കിലും? ഇല്ല, പറ്റില്ല, പാടില്ല അല്ലെ? അവിടെ ഇമോഷൻസിനും സെന്റിമെന്റ്സിനും ഒന്നും അവിടെ പ്രസക്തിയില്ല. അവിടെ എന്താണോ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണുന്നത്, ഡയറക്റ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ റിപ്പോർട്ട് ചെയ്യുള്ളൂ. അപ്പൊ ചോദിക്കും, അങ്ങനെ ചെയ്യാത്ത സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? റിപ്പോർട്ടിലെ കള്ളത്തരങ്ങൾ കാണിക്കാത്ത ആൾക്കാരാ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ കാണിക്കാറുണ്ട്. പക്ഷെ അതിന്റെ പ്രിൻസിപ്പൾസിന് നേരെ വിരുദ്ധമായിട്ടാണ് അവർ ചെയ്യുന്നത്. പ്രിൻസിപ്പൾസ് ഇപ്പൊ അതുപോലെ ഫേവറിറ്റിസം കാണിച്ചിട്ട് ഫേവറിറ്റിസം ഇമോഷൻസ് ഒന്നും നോക്കരുതെന്ന് പറഞ്ഞാൽ പോലും എന്താണ്
അവിടെ ഫേവറിറ്റിസം കാണിക്കാറുണ്ട്, കമ്പാരിസൺ ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നുപോയി റിപ്പോർട്ടിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ 50 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 1000 രൂപ കൊടുത്തു എഴുതാൻ നിസ്സാര സമയം മതിയാവുന്നുണ്ട് അല്ലെ? കൊടുത്തു, എഴുതപ്പെട്ടപ്പോൾ തെറ്റാണെന്ന് അവർ തെളിയിക്കും. ഇതിനുള്ള വക്രബുദ്ധിയുള്ള ആൾക്കാരുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കുറച്ച് കൂട്ടത്തിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. പ്രത്യേകിച്ച് സ്കൂളിൽ നമുക്ക് കിട്ടുന്ന എന്തുതരം വർക്ക്സുകളാണെങ്കിലും ഇതിപ്പോ റിപ്പോർട്ടിങ് ചെയ്യാനുള്ള റിപ്പോർട്ട് എഴുതാനുള്ള ചില എന്താ പറയാ പ്രോഗ്രാംസുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിലൊന്നും യാതൊരു വിധത്തില് നിങ്ങള് ഒരു ക്രമക്കേടുകളോ ഡിഫിക്കൽട്ടീസോ റിപ്പോർട്ടിൽ വരരുത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ അറിയാവുന്നത് പോലെ മാത്രം എഴുതാം. ഓക്കെ, സ്കൂളിൽ പോകുമ്പോൾ പല റിപ്പോർട്ട്സ് എഴുതേണ്ട സിറ്റുവേഷൻസ് വന്നേക്കാം. അപ്പൊ എന്താണ് അവിടെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു കള്ളത്തരമൊന്നും കാണിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ആ ടീച്ചറിന് വിഷമാവോ, ഞാൻ അങ്ങനെ എഴുതി പോയാൽ ഈ ടീച്ചറിന് വിഷമാവോ, അങ്ങനെ ഒന്നും വിചാരിച്ച് ആരും എഴുതരുത് കേട്ടോ. വിഷമായിക്കോട്ടെ, ഒരു പ്രശ്നവുമില്ല. വിഷമായി കഴിഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതി പോയാൽ നമ്മളിലാണ് ചെറുതാവുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നോക്കരുത്. ഓക്കെ, മനസ്സിലായല്ലോ? സ്കൂളിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ ഒരു ടീച്ചറാണ്, നമ്മുടെ ജോലി എന്ന് പറയുന്നത് സ്കൂളിലെ കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ട്, കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കാനുണ്ട്. അത് സ്ട്രെയിറ്റ് ആയിട്ട് പോവാൻ നോക്കുക. മറ്റ് വളഞ്ഞ വഴി പോവാതെ നേരെ പോവാനായിട്ട് മാക്സിമം ശ്രമിക്കണം കേട്ടോ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ക്ലാസ് എടുക്കാനാണെങ്കിലും മറ്റു കുട്ടികളുടെ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മൾ നേർവഴിക്ക് പോകുന്ന രീതിയിൽ തന്നെ മാക്സിമം പോവാം. അതാണ് നല്ലത്. നമ്മൾ വളഞ്ഞ വഴി സ്വീകരിച്ചാൽ പിന്നെ അത് തന്നെ ഫോളോ ചെയ്യും. ഓക്കെ, അത് തന്നെ ഫോളോ ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സ് അതിനെ കൊണ്ടുവരും. അതേപോലെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. എന്ത് കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ്, ഒരു വളഞ്ഞ വഴിക്ക് പോകുന്ന പരിപാടിയിലേക്ക് ആരും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ടീച്ചിങ് ഫീൽഡിൽ നിന്ന് കൊണ്ടുവരരുത് കേട്ടോ. റിപ്പോർട്ടിംഗ് ആണെങ്കിലും സൂപ്പർവിഷൻ ആണെങ്കിലും എന്താണെങ്കിലും. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ മിസ്. പിന്നെ പറയുന്നത് അപ്പൊ പ്രിൻസിപ്പിൾസ് നിങ്ങൾ 4 പോയിന്റ്സ് പഠിക്കണം കേട്ടോ. 4 പോയിന്റ്സ് പഠിച്ചു വെക്കാം. ഇതാരെങ്കിലും കൊടുത്തിരുന്നു റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ എന്താണെന്ന്? എന്തോ റിപ്പോർട്ടിംഗ് അഭിഷേകാണോ? ഞാൻ പുറത്തേക്ക് പ്രിപ്പയർഡ് ആവാത്തത് എല്ലാവരും നെക്സ്റ്റ് മൺഡേ ഞാൻ ലീവായിരിക്കും, ആളുണ്ടാവില്ല. ട്യൂസ്ഡേക്ക് എല്ലാവരും പ്രിപ്പയർഡ് ആയിരിക്കണം. എന്ന് എടുക്കാത്തവർ ട്യൂസ്ഡേ പ്രിപ്പയർഡ് ആയിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ മാം. യെസ് മാം. ഹലോ മാം, ഹലോ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? അതെ, കോൺവെർസേഷനില്ലേ, അപ്പോ അത് സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ഉണ്ടാകുമോ? സെറിമണി ഇല്ലേ, സെറിമണി കോൺവോക്കേഷൻ അത് എല്ലാവർക്കും ഉണ്ടാകുമോ? എന്നുവെച്ചാല് ജസ്റ്റ് പാസ് ഉള്ളവർക്കാ, അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവോ? പാസ്സായവർക്കാണ്. പാസ്സായവർക്കാണോ? എന്തേ പാസ്സാവില്ല? അല്ല, പരീക്ഷ വന്നപ്പോ ടെൻഷൻ, അപ്പൊ നല്ല സ്വപ്നം കണ്ടതാണ്. ഇന്നലെ സ്വപ്നം കണ്ടു, പഠിച്ച് കിടന്നുറങ്ങിയപ്പേ അത് നടക്കണ സ്വപ്നം കണ്ട്. അപ്പൊ അങ്ങനെ ചോദിച്ചാണ്. നന്നായിട്ട് പഠിക്കേണ്ടവരാരും ഫെയിൽഡാവുന്ന കുട്ടികളുണ്ട്. അതായത് ക്ലാസ്സിലൊന്നും കയറാതെ റെക്കോർഡ് ക്ലാസ് മര്യാദക്ക് കാണാൻ പറ്റാതെ ഫെയിൽഡായ ഒരു 5-10 പേരൊക്കെ ഉണ്ട് പല ക്ലാസ്സുകളിലും കേട്ടോ. പിന്നീട് അവരത് എക്സാം ക്ലിയർ ചെയ്ത് എടുക്കാറുണ്ട്. ഇങ്ങനെ കാരണങ്ങളാൽ മാർക്ക് കുറയുന്നവരെ മാത്രമല്ലാതെ പഠിക്കാതിരുന്ന് മാർക്ക് കുറഞ്ഞതായിരിക്കും അങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ കയറാൻ പറ്റാതെയൊക്കെ പോയ ക്ലാസ്സുകളും മാർക്കുകളൊക്കെ. മേഡം ആള് ഷിജിനാസ് അങ്ങനെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് തോന്നിയത്. പ്രോജക്റ്റും അസൈൻമെന്റും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ ഫെയിൽ ആക്കുന്ന ആരുടെങ്കിലും ഉണ്ടോ? എന്റെ കുറച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, ബാക്കി ഇനി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സമയമുണ്ട്. പ്രോജക്റ്റും പ്രോജക്റ്റും അസൈൻമെന്റും. ഓക്കെ,
ലാസ്റ്റ് നമുക്ക് പരീക്ഷയിലാണ് നമ്മൾ അതൊക്കെ ചോദിക്കുന്നത്. 10 അസൈൻമെന്റ് ഒരു റിപ്പോർട്ടിംഗ് ഉണ്ട് നിങ്ങൾക്ക് അല്ലെ, സർവേ ഉണ്ടോ? അപ്പൊ അത് കംപ്ലീറ്റ് ആണെന്ന് ചോദിക്കും. എത്രണ്ണം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് മാർക്ക് നമ്മൾ തരും. അതിനനുസരിച്ച് മാർക്ക്. അല്ല അത് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ കുഴപ്പമില്ല. കംപ്ലീറ്റ് ഇല്ല, ഞാൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട്. പക്ഷെ ടൈം എടുക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു റെക്കോർഡ് എഴുതാനും ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു സമയം കണ്ടെത്തണം കേട്ടോ. ഏറെ ഒന്ന് പെൻഡിങ് ആവരുത് കേട്ടോ. ഇല്ല പകുതിയിൽ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിന്റെയും കുറെ കിടക്കും ബാക്കി. അത് വേണോന്ന് വെച്ച് എല്ലാവരും അതിന്റെ പുറകെ തന്നെ പോകും. എന്തായാലും നമുക്കിത് വൈകുന്ന സമയത്ത് എല്ലാം കാണിക്കാനുണ്ട്. നിങ്ങൾ ചെയ്തത് മാക്സിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ കേട്ടോ. ആരും ഭയങ്കര ഫോട്ടോ എടുക്കാൻ ഞാൻ പറയുന്നില്ല. പറ്റുന്ന പോലെ നിങ്ങൾക്ക് ചെയ്തു തരണം തുറന്ന കാര്യങ്ങൾ. അതിനനുസരിച്ചുള്ള ടൈം പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വർക്കും തന്നത് അല്ലെ. അത്യാവശ്യം സമയം തന്നിട്ടല്ലേ നിങ്ങളിതും ചെയ്യിപ്പിക്കുന്നത് അല്ലേ? അന്ന് മിസ് പറഞ്ഞായിരുന്നു വേഗം ചെയ്യണോട്ടോ. പെൻഡിങ് ഇട്ടിട്ട് ലാസ്റ്റ് ആയപ്പോ എക്സാമും എല്ലാം കൂടി ഇപ്പൊ ടെൻഷനും ടെൻഷനാവും. പിന്നെ എന്താ പറയാ, ടീച്ചർ ഫസ്റ്റ് ക്ലാസ് കൊടുക്കുന്നത് തന്നെ പറഞ്ഞു ചെയ്യണം അല്ലെ. റെക്കോർഡ് ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾ സമയം നിങ്ങൾ തന്നെ കണ്ടെത്തണം. നിങ്ങളുടെ കയ്യിലാണ്. ലാസ്റ്റ് കുട്ടി ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇനി വേറൊരു കാര്യം പറയാം. നിങ്ങൾ ഈ വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ വൈവയുടെ സമയമാവൂലേ, വൈവയുടെ സമയമാകുമ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ കേട്ടോ. വൈവയുടെ സമയമാകുമ്പോ എന്ത് ചെയ്യണം, നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് സാധനങ്ങളെല്ലാം ഒരു മുറിയിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ഇതെല്ലാം ആ ഒരു ടൈമിന് മുൻപായിട്ടൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലാതെ ടീച്ചർ പിങ്ക് ടവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിങ്ക് ടവർ എടുക്കാൻ അടുത്ത മുറി പോയിട്ട് നിങ്ങൾക്ക് ടൈമിംഗ് ഷെഡ്യൂൾ ഉണ്ട്. 10 മണിക്കാണ് സ്ലോട്ട് കിട്ടിയെങ്കിൽ സുറുമിക്ക് 10 to 10:20 വരെ അല്ലെങ്കിൽ 10:15 വരെ സമയം ഉണ്ടാവും. ആ സമയത്തിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ 5 റെക്കോർഡ് കംപ്ലീറ്റഡ് ആണോ? കംപ്ലീറ്റഡ് ആണ്. റെക്കോർഡ് 2 തന്നെ കാണിക്കാൻ പറ്റും, കാണിക്കണം. PG സ്റ്റുഡൻസ് ആണ് നിങ്ങൾക്ക് ഞങ്ങൾ സെമിനാർ എടുപ്പിക്കും. കുറച്ച് ഒരു 2-3 മിനിറ്റോട് സെമിനാർ എടുപ്പിക്കും. എന്തൊക്കെ മെറ്റീരിയൽസ് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ കാണിച്ചു തരണം. ഓക്കെ, അത് നോക്കും. പിന്നെ എന്താണ്, ടീച്ചിങ് പ്രാക്ടീസിൽ പോയിട്ടുണ്ടോ? പോയിട്ടില്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കും. ആക്ഷൻ സോങ്ങോ സ്റ്റോറിയൊക്കെ പറയാൻ പറയും. പിന്നെ എന്താണ്, നിങ്ങളുടെ അസൈൻമെന്റ് റിപ്പോർട്ട്സ് കാണിക്കാൻ പറയും. അത് പെട്ടെന്ന് നിങ്ങൾ കാണിക്കും, ലൈവ് ആയിട്ടോണ്ടേ കേട്ടോ. പിന്നെ സർവേ ചെയ്തിട്ടുണ്ടെങ്കിൽ സർവേയുടെ എക്സ്പീരിയൻസ് ചോദിക്കും. എന്തുകൊണ്ടാണ് മോണ്ടിസോറി ഇഷ്ടപ്പെട്ടത്, മോണ്ടിസോറി കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ വൈകുന്നേരം വരുന്നത്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ എനിക്ക് മാർക്ക് ഇടും. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മെറ്റീരിയലും സാധനങ്ങളൊക്കെ നിങ്ങൾ വെല്ലോട്ട് കൊണ്ടെന്ന് വെച്ചാല് അതൊക്കെ എടുക്കാൻ പോയാൽ ആരുടെയും സമയം പോകുന്നത് അടുത്ത് കയറാൻ പോകുന്ന ആളുടെയാണ്. ഇപ്പൊ 10:20 സുറുമിക്ക് കഴിഞ്ഞാൽ 10:22, 23 തുടങ്ങി അടുത്ത ആളുടെ സ്ലോട്ട് കയറും. അപ്പൊ അടുത്തത് രേവതി ആണെങ്കിൽ രേവതി കയറും. അങ്ങനെ ഓരോരുത്തർക്കും സമയമുണ്ട് കേട്ടോ. ആ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും സാധനങ്ങളും എല്ലാം ഒരു മുറിയിൽ വേണം കേട്ടോ. ഒരു മുറി മീൻസ് നിങ്ങൾക്ക് എവിടെയാണോ ഇതൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് അവിടെ നിങ്ങൾ റെഡിയാക്കി വെക്കും. ഇപ്പഴേ പറയാം കേട്ടോ ടീച്ചർ. അത് പ്രാക്ടിക്കലിന് വരുമ്പോ അവിടെ വെച്ച് ചെയ്തൂടെ? എന്ത് വൈവ വൈവ ഇവിടെ ചെയ്യാറുണ്ട്. എന്നിരുന്നാലും നിങ്ങളുടെ മെറ്റീരിയൽസ് ഒക്കെ നമുക്ക് കാണണ്ടേ, ഒന്ന് കൊണ്ടുവരാൻ പറ്റില്ല. വീഡിയോസ് എടുത്താ മതി എന്ന് പറഞ്ഞു. എല്ലാവരും എല്ലാം ചെയ്യാൻ പറയുന്നുണ്ട്. നമുക്ക് പറ്റാത്ത കുട്ടികളാണ്, പറ്റാത്ത കുട്ടികളെ മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ വീഡിയോസ് എടുത്താ മതി എന്ന് പറഞ്ഞു. മതി മതി. ഒരു ഏകദേശം ധാരണ കിട്ടിയില്ല വൈവക്ക് മുമ്പ് എങ്ങനെയായിരിക്കണം പ്രിപ്പയർഡ് ആവേണ്ടതെന്ന്. ണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുത്താലും ഇതൊക്കെ നേരെ തലതിരിച്ച് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ എല്ലാ ക്ലാസ്സിൽ കയറുമ്പോൾ പറയാറുണ്ട് കേട്ടോ. ഇത് കയറി കഴിയുമ്പോ ടീച്ചർ ഞാനത് അവിടെ വെച്ചാക്കിയാണ് ഇവിടെ വെച്ചാക്കിയാണ് ഇതെങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നല്ല പ്ലാൻ ചെയ്യും. പക്ഷെ ഓരോ കാര്യങ്ങൾ വരെ ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് പോകും. ഓരോന്നത് നമ്മള് കാര്യങ്ങൾ റെക്കോർഡായാലും ഇന്ന് ചെയ്യണം നാളെ ഇന്ന് എന്തായാലും ഇരിക്കണം ചോദിക്കും. ഇങ്ങനെ സമയം ഇങ്ങനെ പോകും. കുറച്ച് പെയിന്റിംഗ് ആണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാമോ. ഇവിടെ നിങ്ങൾക്ക് ടീച്ചർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG എടുക്കുന്നുണ്ട്, ഡിപ്ലോമയില് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കാര്യം പറയണ്ട. അവിടെ 1ഉം 2ഉം കൊണ്ടും കഴിയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ 100 മാർക്കിന്റെയാണ്. എനിക്ക് 25 ക്വസ്റ്റ്യൻ എഴുതണമെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ തന്നെ ഞാൻ 25 ക്വസ്റ്റ്യൻ എഴുതും. എല്ലാം നമ്മൾ വിചാരിച്ചാൽ മതി. അതേപോലെ ഓരോ മൊഡ്യൂൾ വൈസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തയ്യാറാക്കാം. ഫസ്റ്റ് മൊഡ്യൂളിൽ ഒരു പേപ്പർ,
സെക്കൻഡ് മൊഡ്യൂള്, തേർഡ് മൊഡ്യൂള്, ഫോർത്ത് മൊഡ്യൂള്, അങ്ങനെ അതിലൊക്കെ ഒരു 25 ക്വസ്റ്റ്യൻസ് വെച്ച് അങ്ങനെ എത്ര ക്വസ്റ്റ്യൻസ് എഴുതണമെന്ന് ആലോചിച്ച് വെക്കേ. അത് മെയിൻ എക്സാമിന്, മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ എഴുതണമെന്ന് വിചാരിച്ചാൽ അവിടെ ഇരുന്ന് എഴുതും. അതായത് എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് തീർത്തതിന് ശേഷം, ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവിടെ ഇരുന്ന് എഴുതണം. അത് ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ തീർക്കണമെന്ന് ഞാൻ വിചാരിച്ചാൽ ഞാൻ തീർക്കും. അങ്ങനെ നിങ്ങൾക്കും പറ്റണം കേട്ടോ. അതേപോലെ ഇപ്പൊ മോണ്ടിസോറിയിലാണെങ്കിൽ നിങ്ങൾക്ക് 6 പേപ്പർ ഉണ്ട്. 6 പേപ്പറിൽ 5 പേപ്പർ ഞാൻ എടുക്കുന്നതാണ്. ഒരു പേപ്പർ മാത്രമുള്ള ഇംഗ്ലീഷ്. അതിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇടാനുണ്ട്. ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടീച്ചേഴ്സ് വെച്ചിട്ട്. ഓക്കെ, ടേം ആണെങ്കിലും ഓരോ പേപ്പർ വൈസ് ആണെങ്കിലും ഇപ്പോൾ എഴുതണമെന്ന് വിചാരിച്ചാല് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. എന്താണെങ്കിലും റെക്കോർഡ് ആണെങ്കിലും എന്താണെങ്കിലും വിചാരിക്കണം. പക്ഷെ റെക്കോർഡും അസൈൻമെന്റും സെമിനാർ ഇതൊക്കെ എല്ലാതും സർവൊക്കെ റെഡിയായി. ചാർട്ട് പേപ്പർ വർക്കുകളൊക്കെ കഴിഞ്ഞു. വെരി ഗുഡ്. അതൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ. ആ നമ്മുടെ പറഞ്ഞത് പരീക്ഷയ്ക്ക് ജയിക്കും, എന്നാലൊരു പേടി. എന്തിനാണ് പേടിക്കുന്നത്? ആദ്യമായിട്ട് ചെയ്യുന്നല്ലേ, അപ്പൊ ഒരു മനസ്സിലൊരു പേടി. ഒന്നുമില്ല. വൈബക്ക് ആരും ഒന്നും പേടിക്കൊന്നും വേണ്ട. വൈബക്ക് ആരും ടെൻഷൻ അടിച്ച് കയറാൻ വേണ്ട കേട്ടോ. നിങ്ങളുടെ മാർക്ക് പോകും. വെറുതെ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മാർക്കാണ് പോകും. ഓക്കെ, പിന്നെ ഷിജിനാസ് വേറെ ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുക വേണ്ട കേട്ടോ. നമ്മളെല്ലാം ടീച്ചേഴ്സ് കൂടെയുണ്ട്. ഒരു പ്രശ്നം സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ വർക്ക് നിങ്ങൾ മാക്സിമം സമയം കൊടുത്ത് ചെയ്ത് തീർക്കാൻ വില്ലിങ് ആവാം. നമുക്ക് ഇത് കോഴ്സ് തീരുമ്പോ തീർക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങളിത് ചെയ്യുന്നത്. അങ്ങനെയാണ് കാര്യം ചെയ്യരുത് കേട്ടോ. ഒരു ആത്മാർത്ഥത കാണിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കോഴ്സ് തീരുന്നത് തീർക്കാൻ വേണ്ടിയല്ലേ എന്നുള്ള രീതിയിൽ ആരും ചെയ്യരുത്. ഇഷ്ടപ്പെട്ടതിനെ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ ഈ ഒരു പീരീഡിൽ മാത്രമല്ലേ ഇത് ചെയ്യുള്ളൂ. പിന്നീട് ചെയ്യേണ്ടി വരുന്നില്ല. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങളായിരിക്കുള്ളൂ. നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്ന ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അറിയാവുന്ന പോലെ ചെയ്യാം. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സഹായം വേണമെന്നുള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, മൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ഒന്ന് പറയാമോ ആരെങ്കിലും? ഞാൻ പറയട്ടെ സൈൻ ഔട്ട്. ഗാന്ധിജിയുടെ ഒരു ചെറിയൊരു കഥയാണേ. ഒരു ദിവസം ഒരു അമ്മ തന്റെ ചെറിയ മകളെ കൂട്ടിക്കൊണ്ട് ഗാന്ധിജിയുടെ അരികിലെത്തി. മകൾക്ക് പഞ്ചസാര, അതായത് ശർക്കര, അതിയായി ഇഷ്ടം. പലരും പറഞ്ഞിട്ടും അത് കുറയ്ക്കാൻ അവർ തയ്യാറായില്ല. അമ്മ ഗാന്ധിജിയോട് പറഞ്ഞു, ബാപ്പു, എന്റെ മകളോട് പഞ്ചസാര കഴിക്കരുതെന്ന് ഒരിക്കലെങ്കിലും പറഞ്ഞു തരുമോ? ഗാന്ധിജി ശ്രദ്ധിച്ചു കേട്ടു. പിന്നെ പറഞ്ഞു, അവളെ 3 ദിവസത്തിന് ശേഷം വീണ്ടും കൊണ്ടുവരൂ. അമ്മ അമ്പരന്നു. ഇപ്പോൾ തന്നെ പറഞ്ഞാൽ തെറ്റോ എന്ന് അവൾ ചോദിച്ചു. ഗാന്ധിജി പുഞ്ചിരിച്ചു. ഇപ്പോൾ പറയാൻ കഴിയില്ല, 3 ദിവസത്തിന് ശേഷം വരൂ. 3 ദിവസത്തിനു ശേഷം അമ്മയും മകളും വീണ്ടും എത്തിയപ്പോൾ ഗാന്ധിജി പെൺകുട്ടിയെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു, കുഞ്ഞെ, പഞ്ചസാര കുറച്ചു തിന്നുക. അത് ആരോഗ്യത്തിന് നല്ലതല്ല. നീ ശക്തിയുള്ളവളാണ്, നിനക്കത് ചെയ്യാം. കുട്ടി അത് കേട്ട് സമ്മതിച്ചു. അമ്മ അത്ഭുതപ്പെട്ടു. അവർ ചോദിച്ചു, ബാപ്പു, ഇത്ര സാധാരണമായ ഒരു കാര്യം പറയാൻ 3 ദിവസം എന്തിന് കാത്തിരുന്നു? ഗാന്ധിജി ശാന്തമായി മറുപടി പറഞ്ഞു, കാരണം ഞാൻ തന്നെ ദിവസവും പഞ്ചസാര കഴിച്ചിരുന്നു. താൻ ചെയ്യുന്ന കാര്യങ്ങൾ നിർത്താതെ മറ്റൊരാളോട് നിർത്താൻ പറയാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് ആദ്യം ഞാൻ തന്നെ പഞ്ചസാര നിർത്തി. അത് കഴിഞ്ഞപ്പോൾ മാത്രമേ കുട്ടിക്ക് ഉപദേശം നൽകാൻ യോഗ്യനായെന്ന് ഞാൻ തോന്നിയുള്ളൂ. കഥയുടെ സന്ദേശം, സത്യം പറയുന്നതിനു മുമ്പ് അതനുസരിച്ച് ജീവിക്കുന്നത് കൂടുതൽ ശക്തമാണ്. മറ്റൊരാളെ മാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് നമ്മൾ തന്നെ നമ്മുടെ ഇടത്ത് ശരിയായിരിക്കണം. ആദർശത്തിൽ നിന്നുണ്ടാകുന്ന ഉപദേശം വഴി ശക്തിയും വിശ്വാസവുമാണ്. താങ്ക് യു മാം. Thank you, very good. നല്ല സ്റ്റോറി. Thank you. Have a nice day. നമ്മുടെ ഏരിയാസ് ഓഫ് മെന്റൽ ഡെവലപ്മെന്റ് ഇല്ല, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണോ?